നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, എന്റെ മോന്റെ സുഖത്തിന് സന്തോഷത്തിന് വേണ്ടി മാത്രം ഈ അമ്മ ജീവിക്കുന്നത്. എന്നിട്ട് അമ്മ തന്നെ ആ മോനെ എരുതിയിലേക്ക് തള്ളിയിടുകയാണെന്നറിയാം. ഈ കുടുംബം രക്ഷിക്കേണ്ട ബാധ്യത എന്റെ മോന്റെ കയ്യിലാണെന്നറിഞ്ഞ അമ്മയ്ക്ക് എന്തു ചെയ്യാനാവും? ശ്രീരാമനെ വനവാസത്തിനയച്ച അമ്മയുടെ അവസ്ഥ മോനെ എന്റേതും. അവസ്ഥകൾ മനുഷ്യനുണ്ടാക്കി വെക്കുന്നതാണെന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്തത്? ആ സ്ത്രീ ഇവിടെ കയറി വന്നപ്പോ വ്യക്തമായ ഭാഷയിൽ അമ്മയ്ക്ക് സംസാരിക്കുമായിരുന്നു. അമ്മ അത് ചെയ്തില്ല. പകരം എന്റെ വായ അടപ്പിക്കാനാ നോക്കിയത്. അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? 19 വർഷം മുമ്പ് വിധവയായതല്ലേ? ആർക്ക് മുന്നിലും തലകുനിച്ച് നിൽക്കാൻ പാടില്ല അമ്മ. വലിയ വേദനയിലേക്ക് എന്നെ തള്ളിവിടുന്നെന്ന് അറിയാവുന്നല്ലേ അമ്മ പറഞ്ഞത്? അതിനേക്കാൾ ഭേദം മരണം തന്നെയാ. സ്വാതിയെ കൊല്ലാകൊല ചെയ്തവരുടെ ബന്ധുത്വം സ്വീകരിക്കാൻ അമ്മ എന്നെ നിർബന്ധിക്കുന്നു. എങ്ങനെ അമ്മയ്ക്ക് അതിന് കഴിയുന്നു? സത്യത്തിൽ നിങ്ങളൊക്കെ ദക്ഷയുടെ പകയിൽ നിന്ന് രക്ഷ നേടാൻ എന്നെ ഒരു മോചന ദ്രവ്യമാക്കല്ലേ? മോനെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ദക്ഷ ഏത് തരക്കാരിയോ ആവട്ടെ, പക്ഷെ അവളുടെ മകൾ നല്ല കുട്ടിയാ. ശ്രീകുട്ടിയെ ദ്രോഹിക്കാനായി സഞ്ജന ഒന്നും ചെയ്തിട്ടില്ല. അവള് നിന്നെ എത്രത്തോളം സ്നേഹിക്കാണെന്ന് ഈ അമ്മയ്ക്കറിയാം. നീ അവളെ തള്ളിക്കളഞ്ഞാലും അവള് നിന്നെ വിട്ടു പോവില്ല. ശ്രീകുട്ടിക്ക് അത് നന്നായിട്ട് അറിയാം. അവള് തന്നെ സഞ്ജനയുടെ പേര് പറഞ്ഞത് നിന്റെ ജീവിതം നന്നായി കാണാൻ വേണ്ടിയാ. അമ്മയ്ക്ക് മോൻ ഒരു മോചനദ്രവ്യാണെന്ന് നീ പറഞ്ഞു. അമ്മയ്ക്കത് നിഷേധിക്കാനാവില്ല മോനെ. അത് സത്യം തന്നെയാ. ഗൗരിയുടെ കുടുംബത്തിന് ഈ ദുർവിധി വരാൻ കാരണം ഞാനും നിന്റെ അച്ഛനും തന്നെയാ. അറിഞ്ഞു വെച്ച് ഞങ്ങൾ ഒന്നും ചെയ്തതല്ലെങ്കിലും അത് കർമ്മഫലം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.